പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. ഐ മീൻ ഹിസ് ഗ്രേസ് ആർ ബിലവഡ് ഇവാനിയസ് തിരുമേനി ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെ വി പേ ആർ റെസ്പെക്ട് ആൻഡ് റെഫറൻസ് ടു ഹിം. Respected Abiyachan, all the clergies who have joined and who would join us today, Shemashins, Kochamas, and my beloved mothers and sisters in Christ. A very blessed and prayerful evening to everyone who has joined today. On behalf of the Diocese of Southwest America, ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ നമ്മുടെ ഇന്നത്തെ ശൂനോയ പ്രാർത്ഥനയുടെ ഒന്നാം ദിവസത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശൂനോയ നമുക്കറിയാം, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മിയർലി എ സീസൺ ഓൺ ആർ ചർച്ച് കാലണ്ടർ. ഇറ്റ് ഈസ് എ സേക്രഡ് ഓപ്പർച്യൂണിറ്റി. നമ്മളെ തന്നെ അങ്ങ് ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കാനായിട്ടുള്ള അവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. To dwell in that prayerfully, I request Abiyachan to lead us into the opening prayer. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, പരിശുദ്ധ മാതാവിൻ്റെ പെരുന്നാളിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഞങ്ങളോട് ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കുവാനും ആ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മാതൃത്വത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഈ പെരുന്നാൾ മൂലം ഞങ്ങൾക്ക് ഇടയാകണമേ. ഈ നോമ്പ് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി തീരണമേ. പരസ്പരമുള്ള സ്നേഹത്തിനും കരുതലിനും ഈ നോമ്പ് ഞങ്ങൾക്ക് മുഖാന്തരമായി തീരണമേ. കേൾക്കുന്ന വചനങ്ങളും പാടുന്ന പാട്ടുകളും വായിക്കുന്ന വേദഭാഗങ്ങളും 30, 60, 100 മേനിയായി ഞങ്ങൾക്ക് ഫലം കായ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മ അനുഗ്രഹത്തിനും കൃപയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം ഇപ്പോഴെന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. As we read in Joel 2:12, return to me with all your heart, with fasting, with weeping, and with mourning. നമ്മുടെ ഇനി ഈ അടുത്ത 15 ദിവസങ്ങളും 15 സന്ധ്യാ നേരങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ കണ്ണീനീരോടുകൂടെ നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും, ഇന്ന് ഡിയസ്കോറസ് തിരുമേനി പറഞ്ഞ പോലെ നമ്മൾ വേദ വായന അല്ല ചെയ്യേണ്ടത്, വേദ പഠനം, ടു സ്റ്റഡി ദ സ്ക്രിപ്ചേഴ്സ്. അതിലൂടെയും നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചേരുവാനായിട്ടുള്ള, ആസ് ഹി സെഡ്, നമുക്ക് ദൈവത്തെ ഉദരത്തിൽ വഹിക്കാൻ പറ്റത്തില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ദൈവത്തെ എന്നും നമുക്ക് വഹിച്ച് ആ പ്രാർത്ഥനയിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് കഴിഞ്ഞുകൂടാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. To dwell in these scriptures, let us all turn to the Bible, and the reading for today is taken from Luke chapter 1 verse 26 to 38. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ഭാഗം വായിക്കാം. Now, Barikmore. Now in the 6th month, the angel Gabriel was sent by God to a city of Galilee named Nazareth, to a virgin betrothed to a man whose name was Joseph, of the house of David. The virgin's name was Mary. And having come in, the angel said to her, "Rejoice, highly favored one, the Lord is with you. Blessed are you among women." But when she saw him, she was troubled at his saying, and considered what manner of greeting this was. Then the angel said to her, "Do not be afraid, Mary, for you have found favor with God. And behold, you will conceive in your womb and bring forth a son, and shall call his name Jesus. He will be great and will be called the Son of the Highest, and the Lord God will give him the throne of his father David. And he will reign over the house of Jacob forever, and of his kingdom there will be no end." Then Mary said to the angel, "How can this be,
since I do not know a man. And the angel answered and said to her, The Holy Spirit will come upon you, and the power of the highest will overshadow you. Therefore, also that Holy One who is to be born will be called the Son of God. Now, indeed, Elizabeth, your relative, has also conceived a son in her old age, and this is now the 6th month for her who was called barren. For with God nothing will be impossible. Then Mary said, Behold the maid servant of the Lord. Let it be to me according to your word. And the angel departed from her. Parkmore. Next, I would request Sheena Punnus to sing a hymn for us. जननी परिशुद्धा प्रार्थनयाल नाथा पुण्यं ഞങ്ങൾക്കും വിഗതർക്കും നൽകാം മറിയാമിൻ സ്മരണം വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട പരിശുദ്ധ സ്ലീഹ നിബിസഹദേന്മാരേ യാചിപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ നിൻ ശരണേ മൃദരാം താത സഹോദരരിൽ ചൊരിയണമേ മോദ പണിനീരന്നാഥ സുസ്മൃതി ജനനിക്കും വിസ്തൃതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനേ സ്തോത്രം ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാം. Thank you, Sheena. I see that Tirmini has joined us now. Our next part for today is to listen to the Word of God. Just as Gospel according to Matthew teaches us, man shall not live by bread alone, but every word that proceeds from the mouth of God. And I'm sure Tirmini is here up ready to give us, to share that Word of God with us. And I would request Ebiachin to give a short intro to Tirmini before he dwells into the Word of God. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഈ 15 ദിവസങ്ങൾ ആയിരിക്കാൻ ദൈവമിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയധികം ആളുകൾ ഇന്ന് വന്ന് ചേർന്നതിലും വലിയ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെയും നമുക്ക് പ്രാർത്ഥനയിൽ ഏകദേശം 100 ആളുകളോളം അടുത്ത് രാവിലെയും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഏകദേശം ഇപ്പോൾ ഞാൻ 66 ആളുകളെ കാണുന്നുണ്ട്. ഈ സന്ധ്യാസമയത്തും ഒരുമിച്ച് ഇത്രയും അധികം ആളുകൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അഭിനന്ദ തിരുവേനിയെ സ്വാഗതം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിൽ ഒരാളാണ്, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ആളാണ്. പ്രത്യേകിച്ച് വാക്കുകൾ കൊണ്ട് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല, അതല്പം അധികമായി പോകും. തിരുവേനി ഇപ്പോൾ നാട്ടിലാണ്, സിനഡിൽ സംബന്ധിക്കാനായിട്ട് നാട്ടിലാണ്. അവിടെ നിന്നാണ് രാവിലെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. തിരുവേനി ഈ സമയം നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്.
അഭിനന്ദ തിരുമേനി ഇപ്പോൾ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുക. അഭിനന്ദ തിരുമേനിയെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട എബിയച്ചൻ, ഷിനി, ഷീന, റീജിയണൽ കോർഡിനേറ്റേഴ്സ് ആൻഡ് ഓൾ മൈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ദാസി യേശുമ്പുരാനെ ജന്മം നൽകിയ അമ്മ, സകല തലമുറകളും ഭാഗ്യവതി എന്ന് വിളിച്ച അമ്മയുടെ അനുഗ്രഹീതമായ വാങ്ങിപ്പിൻ്റെ പെരുന്നാളാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഷാനി, ഷുനോയോ പെരുന്നാൾ നമ്മൾ അറിയൂ അല്ലേ? ഷുനോയോ, ഷാനി, ദാറ്റ് മീൻസ് മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. മാതാവ് ലോകത്തിൽ ജീവിച്ച് ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായ അനുഭവമാണ്. So when we are observing these 15 days Lent, we have to ask one question to ourselves. Usually when we are talking to others, your first word we are using or asking them to is, how are you, right? എന്തുണ്ട്, how are you? Especially American life, you are all asking each other, how are you? എന്തുണ്ട് വിശേഷം അല്ലെ, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബട്ട് ഹിയർ നെക്സ്റ്റ് 15 days അമ്മയോട് ചോദ്യം ചോദിക്കുന്നാൽ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. വി ഹാവ് ടു ആസ്ക് അവർസെൽഫ്, ഹു ആർ യു, ഹു ഐ ആം. ഞാൻ ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടാവണം. ഈ 15 is a time of meditation or contemplation that we have to ask ourselves, who I am. Or we are asking ourselves, who are you? Maybe we can say that I am a metropolitan, maybe you can say that I am a priest, another, maybe each and every one of us have our own titles are there. അല്ലെ, നമുക്ക് നമ്മുടെ എല്ലാവരും ടൈറ്റിൽസ് ഉണ്ട്. ഞാൻ ആരാന്ന് ചോദിച്ചാൽ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈയിടെ ആക്ച്വലി ആരാണ്ട് പറയുന്നതായിട്ട് ഷെയർ ചെയ്ത്, അമേരിക്കൻ വൈറ്റ് ഹൗസ് റെപ്രസെൻറ്റേറ്റീവ് വെൻ ഹി വാസ് വിസിറ്റിംഗ് വൺ അതർ കൺട്രി, അവിടെ ചെന്നപ്പം അദ്ദേഹം വൈറ്റ് ഹൗസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുണ്ടായിരുന്നു. ലിമൂസിൻ കാറിൽ അദ്ദേഹം റിസീവ് ചെയ്തു. ദെൻ ഹോട്ടലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല സെറാമിക് കപ്പിൽ ചായ കൊടുത്തു. വലിയ റിസപ്ഷൻ വാസ് ഗ്രേറ്റ്. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വൈറ്റ് ഹൗസിൻ്റെ ചുമതലയൊക്കെ മാറി. അദ്ദേഹം ഒരു സാധാരണക്കാരനായ സെയിം കൺട്രി വീണ്ടും പോയപ്പോഴത്തേക്കും എയർപോർട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. നല്ല കപ്പിൽ ചായ കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഹോട്ടൽ മുറി തന്നെ ബുക്ക് ചെയ്ത് പോയി. അദ്ദേഹത്തിന് ചായ കിട്ടിയത് തന്നെ ഒരു പേപ്പർ കപ്പിലാണ്. ദാറ്റ് മീൻസ് ഈ ടൈറ്റിൽസ് അല്ല നമുക്കുള്ളത്. നമ്മുടേതായ ചില പൊസിഷൻ അത് ടെമ്പററിയാണ്. ബട്ട് ഹിയർ സെന്റ് മേരി ഈസ് ഗിവിംഗ് സം മെസ്സേജ് ഫ്രം ഹെർ ലൈഫ്. അമ്മയോട് ചോദിക്കും, അമ്മ ആരാന്ന് ചോദിച്ചാൽ അമ്മ മറുപടി പറയുന്നത്, ഐ ആം ദ സെർവൻറ്റ് ഓഫ് ഗോഡ് ഓർ ഹാൻഡ് മെയ്ഡ് ഓഫ് ഗോഡ്. ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 1 verses 46 onwards, verse 46, മറിയ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത്രയും ഭാഗം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഹു സെന്റ് മേരി ഈസ്, അമ്മ ആരാണ്, ദൈവമാതാവ് ആരാണ് എന്നുള്ള നല്ലൊരു സന്ദേശമാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അമ്മയുടെ ജീവിതത്തെക്കുറിച്ചും കൂടെ കുറച്ച് പറയുന്നുണ്ട്. എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അല്ലേ, എൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്നവനായ ദൈവത്തെ സന്തോഷിച്ചു. പിന്നെ അമ്മ പറയുകയാണ്, ഹു ഐ ആം. ഇതാണ് ഈ അമ്മയുടെ ജീവിതയാത്രയിൽ. അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥതയ്ക്ക് അപേക്ഷിക്കണം തീർച്ചയായിട്ടും. പക്ഷെ ഈ ജീവിതയാത്രയിൽ നമ്മൾ ആവേണ്ടുന്നത്, നമ്മുടെയൊക്കെ ലൈഫിന്റെ ഒരു ഉദ്ദേശം ടു ബിക്കം ക്രൈസ്റ്റ് ലൈക്ക് എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ഹൗ ടു ബിക്കം ക്രൈസ്റ്റ് ലൈക്ക്, എങ്ങനെ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവായി തീരാൻ സാധിക്കുമെന്നുള്ള സന്ദേശം അമ്മ ജീവിതത്തോട് നൽകിയ, അല്ലെ അമ്മ യേശുവിനെ നൽകാനുള്ള കാരണമായി തീർന്നതിന്റെ ജീവിത മാതൃക, അല്ലെ ജീവിത രേഖ ഈ വേദപുസ്തകത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഹു ഐ ആം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് ചോദിക്കണം, ഒരു ധ്യാനത്തിന്റെ ചിന്തയായിട്ട് മാറട്ടെ. ഞാൻ ആരാണ്, എന്താണ് എൻ്റെ ജീവിതം? തലമുറകൾ ഭാഗ്യവതി എന്ന് വിളിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതയാത്രയിൽ അല്പമെങ്കിലും ദൈവസന്നിധിയിൽ ഭാഗ്യമുള്ള ലഭിച്ചിരിക്കുന്ന ലോകഭാഗ്യങ്ങളല്ല, ഇറ്റേണൽ ബ്ലെസ്സിങ്, ഇറ്റേണൽ ഗ്രേസ്. ഗബ്രിയേൽ വിളിക്കുന്ന വിളി വലിയൊരു ടൈറ്റിലാണ്. പീസ് ബി വിത്ത് യു മേരി, ഫുൾ ഓഫ് ഗ്രേസ്, നോട്ട് ഫുൾ ഓഫ് ബാങ്ക് അക്കൗണ്ട്, ദോസ് ഹു ഹാവ് ലെക്സസ് കാർ ഓർ പോഷ് കാർ, those who are living in a $2 million house. No.
പീസ് ബി വിത്ത് യു മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ആ കൃപ നിറയുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഉദ്ദേശം. ബാക്കിയെല്ലാം വി ഹാവ് ടു ലീവ് എവറിഥിങ് ഇൻ ദിസ് വേൾഡ്. നത്തിങ് ഇസ് വി ക്യാൻ ടേക്ക് ഇറ്റ് വിത്ത് അസ് ഇൻ അവർ ലൈഫ്. അതെല്ലാം വിട്ടിട്ട് പോകണം, അതൊന്നും നമുക്കുള്ളതല്ല. പക്ഷേ ഫുൾ ഓഫ് ഗ്രേസ്, അമ്മയുടെ ജീവിതയാത്ര മുഴുവനായി വായിച്ചു കഴിഞ്ഞാൽ അമ്മ പറയുന്ന കാര്യം ഇതാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ജെറുസലേം ദേവാലയം, ജെറുസലേം മീൻസ് സിറ്റി ഓഫ് പീസ്. നാം സിറ്റി ഓഫ് പീസ്, സമാധാനത്തിന്റെ ഭവനമായി നാം മാറണം, സമാധാനത്തിന്റെ ആലയമായി, സമാധാനത്തിന്റെ ദൈവാലയമായി നാം മാറപ്പെടണം. കാരണം ഉള്ളിൽ പ്രാർത്ഥനയുടെ അനുഭവം ഉയരുമ്പോൾ സമാധാനത്തിന്റെ ആലയമായി നാം മാറ്റപ്പെടും, നമ്മുടെ ഭവനം മാറ്റപ്പെടും, നമ്മുടെ ദൈവാലയങ്ങൾ മാറ്റപ്പെടും. അതിനുള്ള ഒരു ഒരുക്കമായിരിക്കണം ഈ 15 ദിവസങ്ങൾ. നമ്മുടെ ജീവിതം നോക്കിക്കേ. യേശുമ്പുരാൻ മരിച്ചു, മരണനാഴി കുരിശിന്റെ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു. യേശുവിനെ യാത്ര കൊണ്ടുപോകുന്ന യാത്രകളിലൊക്കെയും അമ്മ കൂടെ ഉണ്ടായിരുന്നു. കുരിശിന്റെ വഴികളിലൊന്നും യേശുവിനെ ഇട്ടിട്ട് പോയത് അമ്മയല്ല. അതിനുശേഷം കർത്താവിന്റെ പുനരുദ്ധാന ശേഷം വലിയ പേഴ്സിക്യൂഷൻ ഉണ്ടായി. പേഴ്സിക്യൂഷൻ ഉണ്ടായപ്പം ആദിമസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു അമ്മയാണ്. അന്ന് ട്രസ്റ്റി ആയിട്ട് സെക്രട്ടറി ആയിട്ടൊന്നും അല്ലാത്തതിലല്ല, ആദിമസഭയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ശിശുമാരെ കൂട്ടി നിർത്തിക്കൊണ്ട് സഭയെന്ന ഒരു തുടക്കത്തിന്റെ ആ തുടക്കം കുറിക്കാൻ കാരണം അതിന് നേതൃത്വം കൊടുത്തൊരു വലിയ വ്യക്തിയാ, വലിയൊരു അമ്മയാ, ലോകത്തിന്റെ അമ്മയാ. അല്ല, വീടുകളൊക്കെ തകർന്നു പോകുമ്പം താങ്ങായി നിൽക്കുന്ന അമ്മമാരെ കുറിച്ച് പ്രാർത്ഥനയോട് ഓർക്കുക. അങ്ങനെ നിന്നൊരമ്മ ഇന്ന് സഭയെ നമ്മൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളെന്ന് അഭിമാനിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം. ഈ സഭയുടെ തുടക്കത്തിൽ എല്ലാവരും വിട്ടേച്ചു പോകുന്ന വലിയ പീഡനങ്ങൾ, വലിയ പേഴ്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ശിശുമാരെ കൂട്ടി വരുത്തി, മറ്റുള്ളവരെ കൂട്ടി വരുത്തി പ്രാർത്ഥനാപൂർവ്വം ദൈവസ്ഥിതിയിലായിരുന്ന ഒരമ്മയാണ്. ആ അമ്മയെ തലമുറകൾ ഇന്ന് ഭാഗ്യപ്പെടും. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാവാം, പ്രയാസങ്ങളുടെ നടുവിലൂടെ ആയിരിക്കും നമ്മളൊക്കെ കടന്നു പോകുന്നത്. പക്ഷെ അവിടെ ജെറുസലേം ആ ദേവാലയത്തിൽ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച ഒരു അമ്മയാണ് നാം കാണുന്നത്. ആ അമ്മയുടെ ജീവിതമാണ് നമ്മുടെ മാതൃക. ആ അമ്മയുടെ മധ്യസ്ഥതയാണ് നമ്മുടെ അനുഗ്രഹം. അപ്പൊ നമ്മളൊക്കെ ഈ അങ്ങനെ ഒരു അമ്മമാരായി മാറുവാനും ആ അമ്മയെപ്പോലെ ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നത്. അതുകൊണ്ട് ഈ 15 ദിവസങ്ങൾ ദീർഘമായി, നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല. ചെറിയതായിട്ട് ഓർക്കുക, ഞാൻ ആരാണ്, എൻ്റെ ജീവിതം എന്താണ്. അമ്മയുടെ മധ്യസ്ഥത ഞാൻ അഭയം പ്രാപിക്കുമ്പോൾ അമ്മ, എൻ്റെ ഇന്നത്തെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒന്നുമില്ല, ആ അമ്മ അനുഭവിച്ച ജീവിതം ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അമ്മയെ പോലെ ജെറുസലേം സിറ്റി ഓഫ് പീസ്, ഉള്ളിൻ്റെ ഉള്ളിൽ അലയടിച്ചുയരുന്ന അനേക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അമ്മയെപ്പോലെ ദൈവാലയത്തിലേക്ക് മുഖമുയർത്തി, ദാവീദിനെ പോലെ യെരൂശലേം ദേവാലയത്തിൽ നോക്കി 7 നേരം പ്രാർത്ഥിച്ചു എന്ന് പറയത്തില്ലേ. ഈ ദിവസങ്ങൾ ദേവാലയത്തിലേക്ക് നോക്കി, അല്ലെ നാം ആകുന്ന ദേവാലയത്തെ നിരന്തരമായ പ്രാർത്ഥനയ്ക്കുള്ള ആലയങ്ങളാക്കി രൂപാന്തരപ്പെടുത്താനുള്ള നല്ല അവസരങ്ങളെ മാറട്ടെ. അമ്മയെപ്പോലെ നമുക്ക് പറയാം, ഞാനും കർത്താവിൻ്റെ ദാസിയാണ്, കർത്താവിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിച്ചുകൊള്ളട്ടെ, എങ്കിലും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ ഒരു പ്രാർത്ഥനയോട് ഒരുങ്ങാം. എൻ്റെ ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഈ ദിവസങ്ങളൊക്കെയും ഉള്ളം ദൈവത്തെ എൻ്റെ മഹത്വമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവനാമഹത്വത്തിനായി ജീവിപ്പാനും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടും ടീം മെമ്പേഴ്സിനോടും പ്രത്യേക സന്തോഷം. കാരണം ഞാൻ വിചാരിച്ച് ഈവനിങ്ങിൽ തുടങ്ങുമ്പോഴത്തേക്ക് ഇത്രയും മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ എനിക്ക് സിദ്ധിച്ചിരുന്നേ ഇല്ല. പക്ഷേ ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ ആർ അറ്റൻഡിങ് ദിസ് പീരീഡ്. നൗ ഓൾമോസ്റ്റ് 68 participants are there. So God bless you. And മാതാവിന്റെ മധ്യസ്ഥത എല്ലാവർക്കും അനുഗ്രഹം തരട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത, തലമുറകൾ ഭാഗ്യവതി എന്ന് വിളിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത, ലോകത്തിന്റെ അമ്മയുടെ മധ്യസ്ഥത എല്ലാവർക്കും അനുഗ്രഹമായി തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. താങ്ക് യു തിരുമേനി. അതൊരു ചെറിയൊരു ഡിവോഷണൽ മെസ്സേജ് ആയിരുന്നെങ്കിലും ഇറ്റ് വാസ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ ദാറ്റ് യു ത്രൂ ഔട്ട് ടു അസ്. ഹു ആം ഐ? ഞാൻ ആരാണ്, അല്ലെ ഞങ്ങൾ ആരാണ് എന്ന് ഞങ്ങൾ തന്നെ സ്വയം ചോദിക്കേണ്ട, ഒരു ഉത്തരം കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യമാണത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് മെസ്സേജ് തിരുമേനി. I would now request ABHN to lead into the intercessory prayer. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. ഈ കൂടിവരവ് തിരുനാമ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുവാനിടയാകണമേ. ഞങ്ങൾ ആരാകുന്നുവെന്ന് സ്വയം പരിശോധിപ്പാനും
ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പാനും പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തെ ഉള്ളിൽ വഹിക്കുന്നവരും ഞങ്ങളുടെ കൈകളിൽ ദൈവത്തെ വഹിക്കുന്നവരും മറ്റുള്ളവർക്ക് സാക്ഷി നൽകുന്നവരുമായി തീരുവാൻ ഈ പരിശുദ്ധ നോമ്പിന്റെ സമയങ്ങളിൽ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലും രോഗത്തിലും ദുഃഖത്തിലും പ്രയാസം അനുഭവിക്കുന്നവരും പട്ടിണിയിലും ദുരിതത്തിലും കഷ്ടത അനുഭവിക്കുന്നവരെയും തിരുസന്നിധിയിൽ തരുന്നു. അവരോട് ഏകീഭവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാനും പ്രാർത്ഥിപ്പാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും എല്ലാം അനുഗ്രഹിക്കണമേ. സഭയുടെ കൊമ്പിനെ ഉയർത്തണമേ. ഓരോ അവയവങ്ങളും ഒരുമിച്ച് പ്രവർത്തിപ്പാനും അത് സകലത് നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി തീരുവാനും ഇടയാകണമേ. കൂടി വന്നവരെല്ലാം അനുഗ്രഹിക്കണമേ. കൂടാൻ കഴിയാതെ പോയവരെയും അനുഗ്രഹിക്കണം. ഈ ദിവസം ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയെ ഓർക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഒരുമിച്ച് ധ്യാനിപ്പാൻ ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോരെ അബ്രഹാമ്യ ഫലം വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല ഉറക്കത്തെയും പ്രഭാതത്തിൽ നിന്റെ മുഖം കൊണ്ട് ഉണരുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. നാളത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി ഉണർന്ന് പ്രവർത്തിപ്പാനും ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. തിരുവേനി ആശീർവാദം പറഞ്ഞു. ഒരു സജഷൻ മാത്രം വെച്ചാൽ നാളെ മുതൽ ഈ പ്രാർത്ഥനയുടെ അവസാനം മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടും പിന്നീട് അമ്മ മരിച്ചത് മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ലിറ്റനി ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് ലിറ്റനി എല്ലാ ദിവസവും വൈകിട്ട് പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഒരു കുറച്ച് ഭാവമെങ്കിലും ഒരു 5-6 പ്രാർത്ഥനയിലും ചൊല്ലിത്തൊക്കെയാണ് എല്ലാ ദിവസവും കേട്ടോ. എല്ലാവരും നമുക്ക് നാളെ തൊട്ട് അത് ചെയ്യണം. ലിറ്റനി ഉണ്ട് തിരുമേനി, ഇത് കഴിഞ്ഞിട്ട് ലിറ്റനി ഉണ്ട്. ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആശീർവാദം ഉണ്ടോ പറഞ്ഞേ? ആശീർവാദം പറഞ്ഞിട്ട് നമുക്ക് ലിറ്റനിയിലേക്ക്. ഓക്കെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്താവെ ഞങ്ങൾ എല്ലാവരുടെ കൂടെയും പ്രത്യേകിച്ച് പങ്കാളികളാവുന്ന എല്ലാവരും നേതൃത്വം നൽകുന്ന എല്ലാവരുടെ കൂടെയും സഭയോട് സമൂഹത്തോട് ലോകത്തോടു കൂടെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയോട് ഞങ്ങൾ അഭയം പ്രാപിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you, Tirumeni. Thank you, Acha. Now I request Suma Thomas and Reshma Arun to unmute and sing the litany lead and response for us. Litany to the Holy Theotokos. O Holy Virgin Mary, Mother of God, Pray for us. O Holy Virgin Mother, the door of mercy and treasure of all goodness, Pray Pray for us. us. O Holy and pure Mother of our Lord, Pray for Pray us. for us. O Holy Mother of God, that our thoughts may be cleansed and the stains removed. Pray Pray for for us. us. O Holy Mother, may our bonds be loosened. Pray Pray for us. us. O Holy Mother, for the peace of those who are in distress and difficulty. Pray for us. O Holy Mother, for the recovery of our sick. Pray for us. O Holy Mother, who gave birth to the Son of God. Pray Pray for for us. us. O Holy Mother of the Savior. Pray for us. O Holy Virgin Mother, the source of our joy. Pray for us. O Holy Virgin Mother, the spiritual vessel. Pray for Pray us. for us. O Holy Virgin Mother, the door of heaven. Pray Pray for for us. us. O Holy Virgin Mother, the vessel of love. Pray Pray for for us. us. O Holy Virgin Mother, the healing medicine of the sick. Pray for us. O Holy Virgin Mother, the good haven of sinners. Pray for us. O Holy Virgin Mother, the comforter of those who are in distress. Pray Pray for for us. us. O compassionate Holy Mother of the sorrowful. Pray Pray for for us. us. O Holy Virgin Mother, the companion of Christians. Pray Pray for for us. us. O Holy Mother, for the support of our elders, the maturation of our youth, and the protection of women and children. Pray Pray for for us. us.
O Holy Mother, for the unity among the divided and for true repentance within our church. Pray for Pray us. for us. O Holy Mother, to receive mercy upon our departed true believers. Pray for Pray us. for us. O Holy Mother, keep all the members and families of the Martha Mariam Vanida Samajam in your intercession. Pray for Pray us. for us. O Holy Mother, may our supplications, prayers, and meditations be received before the throne of God. Pray for Pray us. for us. O Holy Mother, the Queen of angels, our prophets, our apostles, our martyrs, our virgins, and all saints. Pray for us. Pray for us. Thank you, Suma. Thank you, Reshma. We are done with today's prayer. Benediction is already given. I would like to thank everybody who has joined. I know that we already had a prayer today in the afternoon as well, and you all still took time to join the evening prayer. Thank you so much on behalf of the Diocese of Southwest America, MMBS, ABHN, Sheena, and me. We wholeheartedly thank you for joining today's prayer. Thank you, Tirumeni. You, even though it was, you're not here, you're miles apart from us, but still, even though you're busy with the synod and everything, you still took time, woke up early morning and joined, the prayer, and even gave a message for us. We wholeheartedly thank you, Tirumeni, for your time and your blessings. And thank you Thank for you all. also. Hamilton has joined. Thank you, Hamilton, for joining. Thank you, Acha. Thank you for joining. Okay. Thank you for joining. Thank you all Achins who have joined. Thank you to all the volunteers who volunteer today, especially Sheena, Suma, Reshma, Ebichin. Thank you everyone. We will meet നാളെ പ്രാർത്ഥന സന്ധ്യ നേരത്തെ ഉണ്ടായിരിക്കുന്നതല്ല Zoom-ല്. We will meet again on Sunday, same time. Yeah. Thank you so much and have a blessed evening.